ഇതാ പള്ളിമണികൾ മുഴങ്ങി, ഇതാ ദേവാലയം ഒരുങ്ങി, അധ്വാനിക്കുന്നവരും ഭാരത്താൽ വലയുന്നവരും അൾത്താരമുന്നിലണയാം കാൽവരിയാഗത്തിനോർമ്മയുമായി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മോശയുടെ സിംഹാസനത്തിലിരിക്കുന്ന മനുഷ്യർക്ക് ഒരു താക്കീത് നൽകുന്ന കർത്താവിനെയാണ് ഇന്ന് സുവിശേഷങ്ങളിൽ നാം കാണുക. എന്താണ് ഈ മോശയുടെ സിംഹാസനം? എവിടെയാണ് ഈ മോശയുടെ സിംഹാസനം നാം വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ കാണുക? പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിലാണ് മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന മോശയെ നാം കാണുക. 10 കൽപ്പനകളുമായി സീനായി മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന മോശ. ഇറങ്ങി വന്ന മോശ ജനക്കൂട്ടത്തെ 10 കൽപ്പനകൾ പഠിപ്പിക്കുന്നു. തുടർന്നുള്ള അധ്യായങ്ങളിൽ നിയമത്തെ കുറിക്കുന്ന വ്യാഖ്യാനങ്ങളും പ്രബോധനങ്ങളും പഠിപ്പിക്കലുമാണ് നാം കാണുക. ഇപ്രകാരം മോശയ്ക്കു ശേഷം ഈ കാണപ്പെടാത്ത സിംഹാസനത്തിൽ, പ്രബോധനത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നവരാണ് ജോഷുവായും ലേവി ഗോത്രത്തിൽപ്പെട്ട പുരോഹിതന്മാരും. യേശുവിൻ്റെ കാലഘട്ടം എത്തുമ്പോൾ നിയമജ്ഞരും ഫരിസയരും നിയമത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നു, പഠിപ്പിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഇപ്രകാരം പഠിപ്പിക്കുന്നവരെക്കുറിച്ചാണ് ഒരു താക്കീത് ക്രിസ്തുനാഥൻ നൽകുക. എന്താണ് ആ താക്കീത്? അവർ പഠിപ്പിക്കുന്നത് നിങ്ങൾ കേൾക്കുക, എന്നാൽ അവരുടെ ജീവിതങ്ങളെ നിങ്ങൾ അനുകരിക്കരുത്. സ്നേഹം നിറഞ്ഞവരെ, ഈ മോശയുടെ സിംഹാസനത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഇരിക്കുന്നവരാണ്. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള സ്നേഹിതന്, കൂടെയുള്ള സഹോദരന്, മറ്റുള്ളവരെയൊക്കെ തെറ്റേത് ശരിയേത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളൊക്കെ ഈ സിംഹാസനത്തിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ സിംഹാസനത്തിൽ പ്രബോധനത്തിൻ്റെ, ശിക്ഷണത്തിൻ്റെ, പഠിപ്പിക്കലിൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ ക്രിസ്തുനാഥൻ നമ്മോട് ചോദിക്കുന്നു, നമ്മുടെ വാക്കും പ്രവൃത്തിയും 2 ദിശകളിലാണ് പോകുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, പ്രസംഗിച്ചു കൊണ്ടിരിക്കുക, ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. ജീവിതം കൊണ്ട് പ്രസംഗിക്കുവാൻ, പഠിപ്പിക്കുവാനുള്ള ഒരു വലിയ വിളി സുവിശേഷത്തിലൂടെ ക്രിസ്തുനാഥൻ നൽകുന്നു. മോശയുടെ ഈ പ്രബോധനത്തിൻ്റെ, പഠിപ്പിക്കലിൻ്റെ സിംഹാസനത്തിലായിരിക്കുമ്പോൾ സ്നേഹം നിറഞ്ഞവരെ, നമുക്കും തീരുമാനമെടുക്കാം. എൻ്റെ ജീവിതം കൊണ്ട് കൂടെയുള്ളവർക്ക് തെറ്റേത് ശരിയേത് എന്ന് പറഞ്ഞു കൊടുക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിച്ചൊരുങ്ങാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ.
കനിയണമേ ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിരന്തരമായ കാരുണ്യത്താൽ അങ്ങേ സഭയെ അങ്ങ് സംരക്ഷിക്കണമെന്നുവല്ലോ. അങ്ങില്ലാത്ത പക്ഷം മരണവിധേയനായ മനുഷ്യൻ വീണുപോകുമെന്നതിനാൽ അങ്ങേ സഹായത്താൽ എപ്പോഴും വിപത്തുകളിൽ നിന്ന് ഞങ്ങൾ അകറ്റി നിർത്തപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഒന്നാം വായന ഇസയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. സോദോം അധിപതികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ഗോമാറായിലെ ജനങ്ങളെ, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നിയമം ശ്രദ്ധിക്കുവിൻ. പ്രക്ഷാളനം ചെയ്ത് ശുദ്ധീകൃതരാകുവിൻ. നിങ്ങളുടെ വിചാരങ്ങളിലുള്ള മാലിന്യത്തെ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നീക്കിക്കളയുകയും തിന്മയിൽ നിന്ന് വിരമിക്കുകയും ചെയ്യുവിൻ. നന്മ അഭ്യസിക്കുകയും നീതി അന്വേഷിക്കുകയും പീഡിതരെ മോചിപ്പിക്കുകയും അനാഥരോട് നീതി ചെയ്യുകയും വിധവകൾക്കു വേണ്ടി ന്യായവാദം നടത്തുകയും ചെയ്യുവിൻ. അനന്തരം വന്ന് എന്നോട് അവകാശവാദം നടത്തുവിൻ എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും മഞ്ഞുപോലെ വെളുക്കും. രക്താംബരം പോലെ അരുണാമായിരുന്നാലും വെള്ളരോമം പോലെ ധവളമാകും. നിങ്ങൾ ശ്രദ്ധാപൂർവം എന്നെ ശ്രവിക്കുന്നെങ്കിൽ നാട്ടിലെ സമ്പത്ത് നിങ്ങൾ ആസ്വദിക്കും. നേരെ മറിച്ച് നിങ്ങൾ മത്സരിക്കുകയും എന്നെ കോപാകുലരാക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ വാളിന് ഇരയായിത്തീരും. കർത്താവിൻ്റെ അധരങ്ങളിൽ നിന്നുള്ള വാക്കുകളാണിവ. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ശരിയായി വ്യാപരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. ശരിയായി വ്യാപരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. നിന്റെ ഹനനയാഗങ്ങളെക്കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. നിന്റെ ഭവനത്തിൽ നിന്ന് കാളയെയോ നിന്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് കാട്ടാടുകളെയോ ഞാൻ സ്വീകരിക്കുകയില്ല. ശരിയായി വ്യാപരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. എന്തിന് നീ എൻ്റെ കൽപ്പനകൾ വിവരിക്കുന്നു? എൻ്റെ ഉടമ്പടി എന്തിന് നിന്റെ അധരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു? ശാസന വെറുക്കുന്ന നീ എൻ്റെ വചനങ്ങളെ തിരസ്കരിക്കുന്നു. ശരിയായി വ്യാപരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. ഇവയെല്ലാം നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കുമോ? ഞാൻ നിന്നെ പോലെയാണെന്ന് നീ കരുതി. ഞാൻ നിന്നെ ശാസിക്കും. നിന്റെ കൺമുമ്പാകെ അവയൊക്കെ ഞാൻ നിരത്തിവയ്ക്കും. സ്വസ്ത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ശരിയായി വ്യാപരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. ശരിയായി വ്യാപരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. സത്യവചനം
നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം. സത്യവചനം നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം. ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവന് ജീവൻ്റെ പ്രകാശം ലഭിക്കും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. സത്യവചനം നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം. സത്യവചനം നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം. ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഈശോ ശിഷ്യന്മാരോടും ജനക്കൂട്ടത്തോടും അരുളി ചെയ്തു, നിയമജ്ഞരും ഫരിസേയരും മോശയുടെ പീഠത്തിൽ ഉപവിഷ്ടരായിരിക്കുന്നതിനാൽ അവർ കൽപ്പിക്കുന്നത് അനുഷ്ഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുവൻ. എന്നാൽ അവരുടെ പ്രവർത്തികൾ അനുകരിക്കരുത്. അവർ പറയുന്നതല്ലാതെ പ്രവർത്തിക്കുന്നില്ല. അവർ ദുർവഹമായ ചുമടുകൾ മനുഷ്യരുടെ തോളിൽ കെട്ടിവയ്ക്കുന്നു, എന്നാൽ ഒരു വിരൽ കൊണ്ട് പോലും അവയെ അവരൊന്ന് താങ്ങുന്നില്ല. അവരുടെ പ്രവർത്തികളെല്ലാം മനുഷ്യരെ കാണിക്കുവാൻ വേണ്ടിയാണ്. അവർ തങ്ങളുടെ മന്ത്രപ്പട്ടകൾക്ക് വീതി കൂട്ടുകയും തൊങ്ങലുകൾ വലുതാക്കുകയും ചെയ്യുന്നു. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും ജപാലയങ്ങളിൽ അഗ്രാസനവും തെരുവീതികളിൽ അഭിവാദനങ്ങളും മനുഷ്യരിൽ നിന്ന് ഗുരു എന്ന സംബോധനയും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ ഗുരു എന്ന് അഭിസംബോധന ചെയ്യപ്പെടേണ്ടതില്ല. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേയുള്ളൂ, നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവ് എന്ന് വിളിക്കേണ്ട, എന്തെന്നാൽ സ്വർഗസ്ഥനായ ഒരാൾ മാത്രമാണ് നിങ്ങളുടെ പിതാവ്. നിങ്ങൾ നായകന്മാർ എന്നും വിളിക്കപ്പെടേണ്ട, എന്തെന്നാൽ മിശിഹ മാത്രമാകുന്നു നിങ്ങളുടെ നായകൻ. നിങ്ങളിൽ ഏറ്റവും വലിയവൻ എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഹൃദയതാലത്തിൽ കാഴ്ചയേകാനായി വരുന്നിതാ ഞങ്ങൾ, സ്വീകരിക്കണമേ. നിറയുമീ കാസയിൽ ഉയരുമീ
കൈലാസയിൽ ഏഴയാമൻ ആത്മവ്യഥകൾ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥ, സർവവും കാഴ്ചയായേകാം. സ്വീകരിക്കണമേ നാഥ, സർവവും കാഴ്ചയായേകാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന് സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ്, ഈ രഹസ്യങ്ങൾ വഴി അങ്ങ് വിശുദ്ധീകരണം ഞങ്ങളിൽ നിവർത്തിതമാകുവാൻ കനിഞ്ഞാലും അത് ഞങ്ങളെ ലൗകിക തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കുകയും സ്വർഗീയ ദാനത്തിലേക്ക് നയിക്കുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോട് ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ആത്മപരിത്യാഗം വഴി അങ്ങേക്കു ഞങ്ങൾ നന്ദി അർപ്പിക്കണമെന്നത് അങ്ങ് തിരുവുള്ളമായി. അങ്ങനെ അത് പാപികളായ ഞങ്ങളുടെ അഹങ്കാരം അമർത്തുന്നതിനും വിശക്കുന്നവർക്ക് ആഹാരം ലഭ്യമാക്കിക്കൊണ്ട് അങ്ങേ കാരുണ്യം അനുകരിക്കുന്നതിനും ഇടയാക്കുന്നുവല്ലോ. ആകയാൽ എണ്ണമറ്റ മാലാഖമാരോട് ചേർന്ന് ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ്
പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർക്കുന്നതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും അങ്ങേക്കു ഞങ്ങൾ അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ നാഥാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം ആരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാകാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവില്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ തരുന്നുവെന്ന്
അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്കു സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങീ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ അൾത്താരയിലെ പോഷണം പുണ്യജീവിതത്തിൻ്റെ അഭിവൃദ്ധിയും അങ്ങേ കാരുണ്യത്തിൻ്റെ നിരന്തര സഹായവും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.